ഹായ് കൂട്ടുകാരെ, ഇന്ന് മണ്ണെഴുത്തിലെ വിശേഷം നമ്മുടെ കോളിഫ്ലവറൊക്കെ വിളവെടുക്കാൻ പാകത്തിൽ റെഡി ആയിട്ടുണ്ട് എന്നതാണ്. നല്ല വലിപ്പത്തിലുള്ള പൂക്കൾ തന്നെയാണ് ഇക്കൊല്ലവും എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് തന്നെ ഏറെ സന്തോഷം. ഒന്ന് പറയാം കൂട്ടരെ, എനിക്കിത് എൻ്റെ മുറ്റത്തിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാനാണ് ഏറെ ഇഷ്ടം. ഇത് കട്ട് ചെയ്യുന്നത് ഏറെ വിഷമകരം തന്നെ. ദേ 2 ബാഗുകളിലായി മയിൽപ്പീൽ ചീരയും വ്ളാത്താങ്കര ചീരയും ഉണ്ട്. എങ്ങനെയോ വിത്ത് വീണ് പിടിച്ചതാണ്. ഇപ്പോൾ വിത്തിനായി ഇവരെ ഞാൻ നിർത്തിയേക്കുവാണ്. സാധാരണ എല്ലാ പച്ചക്കറികൾക്കും കൊടുക്കുന്ന അതേ വളങ്ങൾ തന്നെയാണ് ഇതിനും ഞാൻ നൽകിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കൂട്ടരെ, ഏറ്റവും കൂടുതൽ വിഷം തളിക്കുന്ന പച്ചക്കറികൾ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ തന്നെയാണ്. പുറത്തു നിന്നും ഒട്ടും തന്നെ വാങ്ങാൻ പറ്റാത്ത ഒന്നാണ് കോളിഫ്ലവർ. അത്രയ്ക്കും മാരകമായ വിഷം ഇതിൽ സ്പ്രേ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കുകയോ ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഒക്കെ നല്ല കറിയായിട്ടൊക്കെ വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ കൂട്ടുകാരെ, കോളിഫ്ലവർ വളർത്തിയെടുക്കുന്നതിനുള്ള വീഡിയോകളെല്ലാം ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതറിയുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ കാണുക. ആ വീഡിയോസിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ദേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിക്ക് വേണ്ടി ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ കറി തയ്യാറാക്കാൻ ഞാൻ എൻ്റെ കൂട്ടുകാരെയും കൂടി ക്ഷണിക്കുകയാണ് കേട്ടോ. അപ്പോൾ തുടങ്ങാം. 1 തക്കാളി, 2 ഉരുളക്കിഴങ്ങ്, 1 സവാള, 1 പച്ചമുളക്, കൂടെ നമ്മുടെ കോളിഫ്ലവർ. ഇതെല്ലാം കൂടി ചേർത്ത് അല്പം കടുക് പൊട്ടിച്ച് ഞാൻ ഇരുമ്പ് ചട്ടിയിൽ വഴറ്റിയെടുക്കുകയാണ്. എനിക്ക് ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളോടൊന്നും അത്ര താല്പര്യമില്ല കൂട്ടരെ. ഇനി ഇതൊന്ന് നന്നായി വഴണ്ട് വരുമ്പോൾ ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇവ ചേർത്ത് കൊടുക്കാം. പാക്കറ്റിൽ വരുന്ന മസാലപ്പൊടികൾ കടയിൽ നിന്നും വാങ്ങി ഉപയോഗിക്കുന്നത് അപകടകരമാണ്. കഴിവതും വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച് ഉപയോഗിക്കാൻ നോക്കുക. ഇനി ഇതിന് മീതെ നിൽക്കുന്ന തരത്തിൽ കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിതൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ഇനി കറി ഇറക്കാൻ നേരം അല്പം തേങ്ങാപ്പാൽ കൂടി ചേർത്താൽ രുചി അസാധ്യകരമാകും. നല്ല മണവും സ്വാദിഷ്ടവും ഹെൽത്തിയുമായ നമ്മുടെ കോളിഫ്ലവർ കറി റെഡി. അപ്പോൾ ഞാനിത് രാവിലെ പൂരിക്കുള്ള കറിയാക്കുകയാണ്. അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞടുക്കളത്തോട്ടം നമ്മുടെ വീട്ടിന് മുറ്റത്തുണ്ടായാൽ അടുക്കളയ്ക്കും ഒരു നിറവ്, ആരോഗ്യത്തിനോ അതിമെച്ചം. അപ്പോൾ പോകാൻ വരട്ടെ കൂട്ടുകാരെ. ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.